ഹായ്, അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 3-4 മാസമായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്. ആ വീഡിയോസൊക്കെ എടുക്കുന്നത് അവൾക്ക് പരീക്ഷ ആയതുകൊണ്ട് അതിൻ്റെ വൈവേയും ഒരുപാട് എഴുതാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം എടുത്തു തരാൻ അസൗകര്യം കൊണ്ട് വീഡിയോസൊന്നും ചെയ്തില്ല. അപ്പം ഞങ്ങളിനി തുടർന്ന് വീഡിയോസൊക്കെ ചെയ്യാൻ പോവുകയാണ്. പൂർണ്ണമായിട്ടും പഠനം കഴിഞ്ഞില്ല, ഇനി ഒരു വൈവേ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ അവൾ ഫ്രീ ആവും. അവൾ LLBക്കാണ് പഠിച്ചിരുന്നത്. 5 വർഷമായി തിരുവനന്തപുരം കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ വൈവയോടെ കഴിയുമ്പോൾ പിന്നെ റിസൾട്ട് വരുന്ന വരെയുള്ള സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് തുടർന്നും വീഡിയോസ്, ചെറിയ ഷോട്ടുകൾ, യാത്ര പോകുന്നത്, കോമഡി വീഡിയോസ്, പിന്നെ കഴിക്കുന്ന വീഡിയോസ്, അങ്ങനെ പല വീഡിയോസും എടുക്കണ പ്ലാൻ. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഒരുപാട് യാത്രകളുമൊക്കെ പോയായിരുന്നു, പക്ഷെ അതൊക്കെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി തുടർന്നും ഞങ്ങളിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇതുപോലൊരു ഫാമിലിയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഉണ്ട് ഗൈസ്, ഞങ്ങൾ പുതുതായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗമൊക്കെ കുറച്ചുകൂടെ ഒന്ന് ബെറ്ററാക്കിയല്ല. ഇവിടെ നേരത്തെ ഞങ്ങൾ മുകളിൽ ഞങ്ങളുടെ മാഞ്ചുവല്ലായിരുന്നു. അപ്പോൾ നേരത്തെ വീഡിയോസിനകത്ത് ചാൻസ് കുറവാണ്. ഉണ്ട് ഇല്ലേ, 1-2 വീഡിയോസിനകത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കരിഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര വൃത്തികേടായിട്ട് ഞങ്ങളതെല്ലാം പറിച്ചു കളഞ്ഞു. ഇപ്പോൾ നമ്മുടെ പുതിയ ഒരു ചെടി, ഇതിൻ്റെ പേരെനിക്ക് എന്താണെന്ന് അറിയില്ല, പേരെന്തോ പറയുന്നുണ്ടായിരുന്നു. അവരെന്തായിരുന്നു പേരെന്ന് അറിയാം അമ്മയ്ക്ക്? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ പേര് അറിയായിരുന്നു, പക്ഷെ മറന്നുപോയി. എന്തായാലും ഞങ്ങൾ 3 ഏരിയയിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി എന്നത്തേക്കൊക്കെ ഒരു ഓണ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കല്ലേ അതന്നെ. അതായത് നമ്മുടെ ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് കണ്ടോ, ഇതൊക്കെ ഞങ്ങൾ ആ സമയത്ത് സെറ്റപ്പ് ചെയ്തായിരുന്നു. ഇപ്പോൾ എല്ലാം കളയായിട്ട് കിടക്കാനാണ്. ഇത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഇത് കെട്ടുന്ന ടൈമിൽ അവിടെയുള്ള ചട്ടികളെല്ലാം ഇവിടെ നിരത്തി വെച്ചതൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ഉപയോഗിച്ച് എഴുതിയൊക്കെ ആയിരുന്നു. പിന്നെ മാറ്റിയില്ല, ഇന്നലെ ആയിരുന്നു ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തൊരു ആർട്ട് വർക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ചെയ്യണം, കംപ്ലീറ്റ് ആണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും ഉണ്ട്. എക്സാമൊക്കെ വന്ന് ടൈം ചെയ്തുകൊണ്ട് പറ്റിയില്ല. അമ്മയും വിസ്കി ഇരിക്കുന്നു. വിസ്കി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അയാൾ ഇവിടെ എവിടെയോ അതായിരിക്കും കസേരയിൽ. അത് അമ്മയുടെ വീഡിയോയിലെല്ലാം കാണുമല്ലോ. ഇപ്പം ഇന്നലത്തെ ചെറിയൊരു പ്ലാൻ ആയിരുന്നു കേട്ടോ. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തൽക്കാലത്തേക്ക് എടുത്ത് വെച്ചാൽ കുറച്ചുകൂടെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം. ഇനിയുണ്ട്, കുറച്ചുകൂടെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിപ്പോൾ ഞങ്ങൾ ഇന്നലെ വൃത്തിയാക്കിയത് കേട്ടോ. ഇനി പക്ഷെ അപ്പുറത്തൊക്കെ ഉണ്ട്, എല്ലാം ക്ലീൻ ചെയ്ത് ഒരു സൈഡ് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ഭാഗം വീണ്ടും പഴയ പോലെ ആകും. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ചുറ്റും ഒക്കെ ഒന്ന് കാണിക്കാം. ഇതാണ് ഇത്രയും ഞങ്ങളുടെ ഏറ്റവും കുറച്ചൊരു ഭംഗിയുള്ള ഏരിയ ഇതാണ് കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ 3-4 കളർ വെച്ചിട്ടുണ്ട്. ഇത് എന്താണ്, അതൊരു ചെടിയാണ്, അറിയില്ല. അതിൻ്റെ റെഡ് ഉണ്ട്, പിന്നെ ഇതേതൊരു വൈറ്റ് ആണെന്നോ, ഒരു വൈറ്റോ യെല്ലോ ഏതോ ഒരു കളർ. ഇതാണത് നമ്മുടെ തെറ്റി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കളക്ഷൻസ്. ഞങ്ങൾ മെയിനായിട്ട് ഇത് വെട്ടിക്കളയാൻ കാരണം ഞങ്ങൾക്ക് ഇതുപോലെ പാഷൻ ഫ്രൂട്ട് കയറിയിട്ട് ഫുള്ള് കരിഞ്ഞു. ഈ ഒരു മാഞ്ചവെല്ലാം കൂടെ നശിപ്പിച്ചു. ഇതാണ് ഞങ്ങളുടെ ഇത് റെഡ്. ഇത് പക്ഷെ പോയതാട്ടോ അതാ എടുക്കാൻ. പക്ഷെ ഇത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും നല്ല പാഷൻ ഫ്രൂട്ടൊക്കെ ഉള്ളത് വെട്ടി നശിപ്പിച്ച് നട്ടുമല്ല ഗൈസ്. അത് കിളിക്കുന്നില്ല പിന്നെ പാഷൻ ഫ്രൂട്ട്. അത് കരിഞ്ഞു പോകുന്നതുകൊണ്ട് പിന്നെ വെട്ടിക്കളഞ്ഞതാ. ഇവിടെ ഫുള്ള് ഫ്രൂട്ട്സ് ആട്ടോ. പേരയ്ക്ക, പപ്പായ, റംബൂട്ടാൻ, പിന്നെ ഇതൊക്കെ ഇതിനൊന്നും പേരറിയില്ല കേട്ടോ. ഇതെല്ലാം ഞങ്ങൾ നട്ടതാണ്. ഇത് മാത്രം നമ്മൾ മേടിച്ചതാണ്. ഇവിടെ പിന്നെ എവിടെ നോക്കിയാലും പടങ്ങളായിരിക്കും. ചൂടൊക്കെ ആകുമ്പോൾ അനു ഇവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോകാൻ. ഇത് നമ്മുടെ ബൊഗെയിൻവില്ല കളക്ഷൻസ് ആണ്. എല്ലാ കളറും ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ്ക് ഈ ഒരു കളറുണ്ട്, ഈ ഒരു കളറ്,
പിന്നെ വൈറ്റ് ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഓറഞ്ചാണ്. നമ്മുടെ ഇതിന് റേറ്റ് ഭയങ്കര കൂടുതലാണ്. ഇതിൻ്റെ പൂവുള്ളത് നമുക്ക് കിട്ടില്ല. കുഞ്ഞി തയ്യായിരുന്നു കിട്ടും. പക്ഷെ ഇത് വളർന്നതേ ഉള്ളൂ. പക്ഷെ അടുത്ത ലീഫ് വിളിച്ച് വരുവാണ്. പിന്നെ ഇത് വന്നിട്ട് ഈ പീച്ച് കളറ്. പിന്നെ ഇത് മൾട്ടി കളർ, പിങ്ക് ആൻഡ് വൈറ്റ്, യെല്ലോ. ഇത് അല്ല യെല്ലോ, ഇതല്ല, ഇത് പിങ്ക്, ഇത് വയലറ്റ്, ഇത് പിങ്ക്, ഇത് യെല്ലോ, പിങ്ക്. പിന്നെ അവിടെ തെറ്റിയുടെ കളക്ഷൻ ഞാൻ പറഞ്ഞു. ഇതൊരു മൾട്ടി കളറാണ്. അവിടെ ഉണ്ട്. പിന്നെ ഏതൊക്കെയോ പൊടിക്കുന്ന സാധനം. ഇത് കണ്ടു, ഇതൊരു പുകയുമില്ല. പിന്നെ ഇതൊരു എന്തമ്മ, ഇതൊരു അടുക്കല്ലേ അമ്മേ? ഇതൊരു അടുക്ക് ലൈറ്റ് പിങ്ക് കളർ. അതാ ഇതൊക്കെ താഴെ വെക്കാനാട്ടോ. ഇതൊന്നുണ്ടോ? ഇത് നിങ്ങൾ ഇത് ഞങ്ങൾ എടുത്തിട്ടില്ല. അതിൽ നിന്ന് ചട്ടി വെച്ചത് മാറ്റും. പിന്നെ നമ്മുടെ മുള, പച്ചമുള, അത് തന്നെ 3-4 വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ 4 വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ മാവ് നിന്നത്. ഞങ്ങളത് വെട്ടിക്കളഞ്ഞോണം. ഭയങ്കര നമുക്ക് മാങ്ങയൊന്നും കിട്ടുന്നില്ല. അത് ഫുള്ളിൽ ഇത്തൾ പിടിച്ചിട്ട് ഇങ്ങനെ ഇലയൊക്കെ പൊഴിഞ്ഞു വന്നു. അങ്ങനെ ഞങ്ങൾ വളരെ സങ്കടപൂർവ്വമായാലും ശരി ഞങ്ങളുടെ വർഷങ്ങളായിട്ട് പിടിച്ചെടുക്കുന്നൊരു മാവ. അതാ ഞങ്ങളിനി ഓണമാകുമ്പോൾ ഞങ്ങളുടെ അതാണ്. നമുക്ക് വീട്ടിൽ ഞങ്ങൾക്ക് 4 പേർക്കെന്ന് വെച്ചാൽ ഒരേപോലത്തെ സ്വഭാവക്കാർ. അച്ഛനായാലും അമ്മയായാലും ചേട്ടനായാലും ഞങ്ങൾക്ക് ചെടികൾ, ഈ മൃഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിച്ചി പിച്ചിയുണ്ട്. ഇതിപ്പം ഇപ്പം ഇത് അധികം ഇങ്ങനെ ഇത് കിട്ടാനില്ല കേട്ടോ. ഈ ഒരു മൊസാണ്ട, ഇതിൻ്റെ പിങ്കും ഉണ്ട്. പിന്നെ വന്നിട്ട് വൈറ്റ് അത് തോന്നിക്കുന്നത്. ഇതൊക്കെ തെറ്റി. ഇവിടെ തെറ്റിയുടെ കളക്ഷൻസേ കാണത്തുള്ളൂ. ഇതെന്തോ അമ്മ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഏതാ ചെടി? ഇതെന്തുവാ? അല്ല, മുരിങ്ങ വേറെ കാണിച്ചേട്ടോ. ഇതല്ല, അതല്ല, അത് ബൈക്കിൻ്റെ ഭാഗത്താണ്. അത് ബൈക്കിൻ്റെ അടുത്താണ്. നമ്മുടെ ആപ്പിൾ ചാമ്പ അവിടെ ആയിട്ടാണ് കണ്ടേ. ഇവിടെ അടുത്ത തെറ്റി. ഞാൻ പോച്ച കുറച്ചുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ മാംഗോസ്റ്റീൻ കേട്ടോ. വളർന്നില്ല, കുഞ്ഞതാ. ഇത് പിന്നെ ഒരു മരമാവും. നമ്മളിപ്പോൾ അതിന് മുമ്പ് അത് ഇവിടെ കൊണ്ട് ക്രോപ്പ് ചെയ്ത് കളയണം. ഇത് നമ്മുടെ പണ്ടേ, ഇതിന് ഞങ്ങളുടെ കുഞ്ഞുനാളിൽ തൊട്ടേ ഉള്ള തെറ്റി കേട്ടോ. ചെറുപ്പം തൊട്ടുണ്ട്. നമ്മുടെ വകയുമില്ല. വിളിച്ചു അത് പറ്റില്ല. ഹൈബ്രിഡ് അല്ലേ? ഇത് ഹൈബ്രിഡാണ്. ഇത് നമ്മുടെ ഓമ, വീണ്ടും ഓമ. പിന്നെ ഇതെല്ലാം ബാക്കിയുള്ള ഏതാണ്ട് അടുത്ത തെറ്റി. അത് പക്ഷേ നമ്മൾ ഇളക്കി മാറ്റി വെച്ചു, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അവിടെ അടുത്ത തെറ്റി. ബൊഗൈൻവില്ല. ഇത് ബൊഗൈൻവില്ല റോസാണ്. ഇതെല്ലാം ആ കളറല്ല, ഇത് അപ്പുറത്തെ വീട്ടിലാണ്. പക്ഷെ സെയിം അതുപോലത്തെ ഒരു കളർ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ മുള. എല്ലാം ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ രസമൊന്നും കാണില്ല. പിന്നെ കുറച്ചുകൂടെയൊക്കെ ആകുമ്പോൾ ക്യാമറയിൽ കൂടെ ഭയങ്കര ഇതായിരിക്കും കേട്ടോ. ഒരുപാട് ചെടികളുള്ള പോലെ ഫീലാവും. പക്ഷെ ചെടി ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്കിതൊന്നും പോരാ. ഇതിന് നമ്മുടെ കുഞ്ഞില്ല പണ്ടത്തെ പൂവാണ്. ഇതിൻ്റെ പല കളർ ഞാൻ മേടിച്ചതാണ് കേട്ടോ. മഞ്ഞുണ്ട്. ഇവിടെ അടുത്ത തെറ്റി. ഇതെല്ലാം തെറ്റി കളക്ഷൻസ് ആയിട്ട് ഇവിടെ ഫുള്ള്. ഞങ്ങൾ അപ്പുറത്തോട്ട് പോയി. മുള എന്ന് പറയുമ്പോൾ 2 ഉണ്ട്. അവിടെ ഇവിടെയുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്. ഇനി അപ്പുറത്തോട്ട് പോകാം. ഇത് നമ്മുടെ ഇത് ഉള്ളിപ്പൂ. പിന്നെ അതിനകത്ത് തന്നെ നമ്മുടെ മുല്ലയുണ്ട്. വിസ്കി അവളിങ്ങനെ നടക്കാണ്ട്. അടുത്ത തെറ്റി. ടോബിക്കുട്ടി ഇങ്ങി വന്നോ? ഇവനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും കേട്ടോ. അവിടെ കിടന്നിട്ട് അവൻ ഇവിടെ വരും. പക്ഷെ ഇവനെ ഇതിനിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റൂല ആശാന്. പക്ഷേ ചുമ്പിളു മണി ഇതൊരു ചാമ്പയാണ്. പക്ഷെ ഇത് ചുമ്മാ പാഴെന്ന് പറയണം. എന്നത്തെല്ലാം ഒരു മധുരം ഇല്ലാത്ത സാധനം കേട്ടോ. ഇത് ചുമ്മാ താഴെ വീണ് നമുക്ക് ഗുണമായിട്ട് കിട്ടത്തില്ല. ഇത് കഴിക്കാൻ കൊള്ളൂല. പിന്നെ ഞങ്ങളൊരു തണലായതുകൊണ്ട് ഇവിടെ വരുമ്പോൾ നല്ല തണുപ്പ്, അതുകൊണ്ട് നട്ടേക്കാണ്. പിന്നെ നമ്മുടെ തെറ്റിയത് ഇതൊക്കെ പണ്ടേ ഉള്ള തെറ്റിയ. ഇതൊക്കെ എൻ്റെ ചെറുപ്പം തൊട്ടുള്ള തെറ്റിയ. കുറേയൊക്കെ നശിച്ചു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ അത്തിപ്പഴമാണെന്നാണ് ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത്തിപ്പഴം പോലെ നട്ടേക്കണം. പക്ഷേ ബൈ മിസ്റ്റേക്ക് ഇത് അവക്കാഡോ എന്നും പറഞ്ഞാണ് നട്ടത്. മീൻസ് കിളിപ്പിച്ചത്. പക്ഷെ പിന്നെ ഇല വന്നപ്പോഴത്തേക്കും അവക്കാഡോ അല്ലെന്ന് മനസ്സിലായി. പിന്നെ
നോക്കാമെന്ന് വിചാരിച്ചു. നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കീപ്പ് ചെയ്യാം. ഇത് ചക്ക. പിന്നെ നമ്മുടെ റംബൂട്ടാൻ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. വിസ്കി എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ഒപ്പം ഉണ്ട്. ഇവിടെ റംബൂട്ടാനും കായ്ച്ചു. റംബൂട്ടാൻ കണ്ട, റംബൂട്ടാൻ ഫുള്ള് കായ്ച്ചു. ക്ലിയർ ആവുന്നില്ല. കണ്ട, ഇതെല്ലാം എല്ലായിടം കായ്ച്ചത്. അവിടെ കഴിച്ചിട്ടുണ്ട്. വരുന്നു, അവിടെ കഴിച്ചു. ഫുള്ള് ഇത് റോഡിലോട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. റോഡിൽ വളരെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടൂല. അതെല്ലാവരും അത് നശിപ്പിച്ച് പറിച്ചിട്ട്, ഒന്നെങ്കിൽ പറിച്ചെല്ലാം കൂടെ എടുത്തിടും, അല്ലെങ്കിൽ അത് എടുത്തിട്ട് പോകും. നമുക്കൊന്നും കെട്ടാരത്തില്ല അവരാരും. അതുകൊണ്ട് പിന്നെ അത് പിടിച്ചു കെട്ടണം. നമ്മളോട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും. നമ്മളിവിടെ ഏതൊക്കെ ഫ്രൂട്ട് കളിച്ചാലും നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ ചോദിക്കാതെ പറിച്ചുകൊണ്ട് പോകുന്നത് തെറ്റാണ്. നമ്മുടെ നമ്മുടെ വെള്ളക്കാന്താരി അല്ലേ? വെള്ളക്കാന്താരി വെള്ളക്കാന്താരി ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഭയങ്കര വെയിലാണ് കേട്ടോ. നല്ല നീളം മുളക് തത്തപ്പച്ചക്കണ്ടോ. നേരത്തെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു മുളകിൻ്റെ ഒരു വെറൈറ്റി മുളക്. ശരിക്കും വെള്ളമൊഴിക്കുന്നു. നമ്മുടെ ചക്ക ഞാൻ ഇവിടെ നമ്മളെ അവിടെ നിന്ന് പറിച്ചെല്ലാം ഇവിടെ കൊണ്ടിട്ടാണ്. ഇനി അത് ഉണങ്ങിയാൽ മാത്രം എടുത്ത് കത്തിക്കാൻ പറ്റൂ. നമ്മളിവിടെ ഒരു സൈഡ് വൃത്തിയാക്കി തീർക്കുമ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡ് വീണ്ടും പോച്ച കയറും. കാരണം ഈ ജലാംശമുള്ള മണ്ണാണ് അങ്ങടെ. അപ്പോൾ ശരിക്കും പോച്ച വിളിച്ച് കയറും. ഇത് കണ്ട, അത്രയും വെട്ടിയിട്ടതാണ്. ഇത് വൃത്തിയാക്കുന്നത് ദൈവമേ. ചക്ക എല്ലാവരും കാണുന്ന സാധനം അമ്മേ. രണ്ടുകൂടെ ഇങ്ങനെ ഒട്ടിക്കിടക്കുകയാണ്. ഇതിനകത്ത് ഏതാണ് വരിക്ക ഏതാന്ന് കൂഴാന്ന് ഞങ്ങൾക്ക് പോലും ഇപ്പോഴും മനസ്സിലായില്ല. ചക്ക വളയും ഞങ്ങളിടും, ഇട്ട് പൊളിക്കുമ്പോൾ ഓക്കെ അമ്മയ്ക്കറിയാം. ഇവിടെ ഞങ്ങളിതാ വെച്ചേക്കുന്ന അടിക്കാതെ മാഗി. ഈ ഒരു സന്ധ്യ തുടങ്ങി നമ്മുടെ വ്ളോഗിന്. ഇനി ഒരുപാട് ഓടിച്ചോണ്ട് പോകാൻ പറ്റൂല. ഫുള്ള് ഞങ്ങളുടെ വീടിന് ചുറ്റും സത്യത്തിൽ ചെടിയാണ്. ഇവിടെയൊക്കെ കുറച്ചുകൂടെ ഞങ്ങൾക്ക് ബെറ്റർ ആക്കണമെന്നുണ്ട്. ഈ മാവിൻ്റെ ഇല ഇങ്ങനെ മാവിൻ്റെ ഇല ഇങ്ങനെ വീഴുകയും പൂവും മാങ്ങയൊക്കെ വീഴുന്നതാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ. പിന്നെ കണ്ണീശയാണ് ഈ വീഴുന്ന മാങ്ങ ചെതറിയിട്ട്. ഇത് മുളകാണ് കേട്ടോ. ഇതെല്ലാം അവിടെ ഇരുന്നതാണ് ഞങ്ങൾ. അപ്പം നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ പോയ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ അയ്യോ 2 ദിവസമായിട്ട് നല്ല വർക്കില്ലാന്ന് കേട്ടോ. അമ്മ അവിടെ അവനവിടെ ഇരുന്നോളൂ. മാത്തനെ അപ്പം നമുക്ക് വീഡിയോ ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്ട് ജസ്റ്റ് ഇതേ ഉള്ളൂ. ഞങ്ങൾ ഇനിയും ASMR എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു ഫുഡ് ഈറ്റിംഗ് വീഡിയോ. അമ്മ കത്തിക്കണം, പുക കത്തിക്കണം. പാത്തുവിൻ്റെ ഈറ്റിംഗ് വീഡിയോ ഉണ്ടോ? മാത്തൻ പേര് എത്തിക്കാതെ അസുഖമൊക്കെ വന്ന് ഞങ്ങൾ രക്ഷിച്ചെടുത്തതാ കേട്ടോ. മാത്താപ്പി ഫുള്ളി വാക്സിൻ. മാത്താപ്പി ഫുള്ളി വാക്സിൻ കേട്ടോ. അപ്പൊ പറഞ്ഞിട്ട് പോ. ഞങ്ങൾ തൽക്കാലം ഈ ഒരു ചെറിയ വീഡിയോയിലൊന്ന് തുടക്കം വിട്ടതേ. അപ്പം ടോം വരുന്നു. അടുത്ത വീഡിയോസിൽ കാണുന്നത് മുൻപേ ഞങ്ങൾ ടോമിനെ ഒന്ന് കണ്ടു. ഇവരെയൊക്കെ അതൊക്കെ അറിയാം. എന്താ 10 കൊണ്ട് കിറ്റി പേരാടെ മേളില പ്രഗ്നന്റ് 2 പേരായിരുന്നു പ്രഗ്നന്റ്. അതെ, ഇതെല്ലാം പിള്ളേരെല്ലാം ഞങ്ങൾ എന്തെടുക്കും. അവരിങ്ങനെ വളരും. ഈ കുഞ്ഞിത്തെ പ്രായത്തിൽ ആയുസ് ഭയങ്കര കുറവായിരിക്കും. കുറെയൊക്കെ ഇങ്ങനെ ഡെഡായി പോകും. അധികം ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞങ്ങൾ തുടർന്നുള്ള വീഡിയോ എന്തെങ്കിലും കാര്യം പറയുമ്പോഴാണ് കൺക്ലൂഷൻ നടത്തുന്നത്. ഓക്കെ, നമുക്ക് ഇനി ടൈം ഉണ്ടല്ലോ, നമുക്ക് വീണ്ടും പറയാം. അതുവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഈ അമ്മയുടെ സ്ഥിരം പരിപാടി ആയിട്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അമ്മ വേറെ സംസാരം കൊണ്ടുവരും. അതൊക്കെ വിട്, നമ്മൾ പറഞ്ഞില്ലേ. സോ ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.